പരീക്ഷാ ക്രമക്കേടിൽ PSCക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ലോക് ഭവൻ. അറ്റ് ഹോം ചടങ്ങിൽ PSC ചെയർമാനെ ഒഴിവാക്കി. നിയമന തട്ടിപ്പ് വിവാദം കാരണമാണ് PSC ചെയർമാനെയും 15 അംഗങ്ങളെയും ഒഴിവാക്കിയത്. ലോക് ഭവൻ കൂടുതൽ നടപടികളിലേക്കെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശാലിനി, ഈ PSC പരീക്ഷാ തട്ടിപ്പ് വലിയ ക്രമക്കേടാണ് ഉണ്ടായത്. അതിൽ ലോക് ഭവൻ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ തന്നെയാണ് വളരെ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് ലോക് ഭവനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോക് ഭവൻ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് PSC വിഷയത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു. രാവിലെ വൈകിട്ടാണ് ഗവർണറുടെ ലോക് ഭവനിൽ അറ്റ് ഹോം പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ അറ്റ് ഹോം പരിപാടിയിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് ഉള്ളവർക്ക് ക്ഷണക്കത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ PSCയുടെ ഭാഗത്തു നിന്നുള്ള PSC അംഗങ്ങളെയും ചെയർമാനെയും പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PSC ചെയർമാൻ ഒപ്പം തന്നെ 15 അംഗങ്ങളെയും ഈ പരിപാടിക്കായി ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ ഈ PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ചോദ്യപേപ്പറിലൊക്കെ ലോക് ഭവൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ PSC കേന്ദ്രീകരിച്ച് നടക്കുന്നതിൽ എതിർപ്പടക്കമുള്ള കാര്യങ്ങൾ ലോക് ഭവൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടി കൃത്യമായ ഇടപെടലിലേക്ക് ലോക് ഭവൻ കടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഇവരെ ഒഴിവാക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PSC ചെയർമാൻ അടക്കമുള്ളവർ ഒഴിവാക്കപ്പെടുമ്പോൾ ഈ അന്വേഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നടപടിയിലേക്ക് ഇനി ലോക് ഭവൻ കടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ആസൂത്രണ ബോർഡുമായി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പരീക്ഷ, അതിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ, വലിയ ഇഷ്ടക്കാർക്ക് വേണ്ടി അവരെ വിജയിപ്പിക്കാൻ വേണ്ടി പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലടക്കം വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തുക എന്നുള്ള വലിയൊരു കുറ്റം അവിടെ സംഭവിച്ചിരുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ ചില PSC പരീക്ഷ ചോദ്യപേപ്പറുകളിൽ ഉണ്ടായിട്ടുള്ള ചില ഇടപെടലുകൾ, കൂടാതെ പരീക്ഷാ ചോദ്യപേപ്പറിലെ മൂല്യനിർണ്ണയത്തിനപ്പുറം ഈ ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ അതൃപ്തി ലോക് ഭവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കൃത്യമായ നടപടിയിലേക്ക് ലോക് ഭവൻ കടക്കുന്നു, ഗവർണർ കടക്കുന്നുണ്ട് എന്നുള്ള സൂചന നൽകി ഈ അറ്റ് ഹോം പരിപാടിയിൽ നിന്ന് PSC അംഗങ്ങളെയും PSC ചെയർമാനെയും മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രതികരണം നിലവിൽ PSCയുടെ ഭാഗത്തുനിന്നോ ലോക് ഭവന്റെ ഭാഗത്തുനിന്നോ ഇതിൽ വന്നിട്ടില്ല. എന്തായാലും ഒരു അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി, ഇവരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, ഇതടക്കമുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട് ലോക് ഭവൻ എന്നുള്ള സൂചനയാണ് ഈ പരിപാടിയിൽ നിന്നടക്കം ഇവരെ മാറ്റിക്കൊണ്ടും കൃത്യമായ അന്വേഷണത്തിലേക്ക് ലോക് ഭവൻ കടക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നീലിമ. ഓക്കെ ശാലിനി, അങ്ങനെ PSCയുടെ ഇടപെടലിൽ വളരെ കൃത്യമായി ലോക് ഭവന്റെ ശ്രദ്ധ വന്നിരിക്കുകയാണ്. എസ് ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.